ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്നേഹയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നതാണ്. ഡോക്ടർമാർ സ്നേഹയെ പരിശോധിച്ചതിന് ശേഷം പറയുകയാണ് ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ ICUവിലേക്ക് മാറ്റണം. അങ്ങനെ സ്നേഹയെ ICUവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം കണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് സേതുമാധവനും ധനുഷും. ഇതെല്ലാം കാണുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, നീ എന്നോട് വെല്ലുവിളി നടത്തിയപ്പോഴേ ഇതൊക്കെ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി തന്നെ വെച്ചിരുന്നതാണ്. അതുകൊണ്ടല്ലേ നിന്റെ കൈകൊണ്ട് തന്നെ നിന്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലിച്ചത്. തുടർന്ന് ഡോക്ടർമാർ പറയുകയാണ്, എന്തോ പോയിസൺ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, പ്രഗ്നൻസി സേവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന സ്നേഹ ഞെട്ടലോടെ അവരെ നോക്കിക്കൊണ്ട് എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് കരയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന ധനുഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സേതുമാധവനെയാണ്. സേതു ധനുഷിനെ സമാധാനിപ്പിക്കുമ്പോൾ ഇതെല്ലാം കാണുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, സമാധാനിപ്പിച്ചോ, എന്താണെങ്കിലും അത്രയും തകർക്കുന്ന വാർത്തയാണല്ലോ നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്. ഇവരെന്താ ആ വാർത്ത പറയാൻ ഇത്രയും വൈകുന്നത്? മനുഷ്യന് സന്തോഷം കൊണ്ട് മേലെന്നും ഒക്കെ തന്നെ അവന്തിക മനസ്സിൽ പറയുമ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. സ്നേഹയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്നും ആള് ഓക്കെ ആണെന്നും ഡോക്ടർ പറയുമ്പോൾ കുഞ്ഞിനെങ്ങനെയുണ്ടെന്ന് അവന്തിക ചോദിക്കുന്നു. അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ICUവിലേക്ക് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്തത്. സ്നേഹയുടെ പ്രഗ്നൻസി അബോട്ടായി പോയെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ തകർന്നു നിൽക്കുകയാണ് ധനുഷും സേതുമാധവനും. തുടർന്ന് ഡോക്ടർ ധനുഷിനെയും സേതുമാധവനുമൊക്കെ സമാധാനിപ്പിക്കുകയാണ്. അതേസമയം ഇതെല്ലാം സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അവന്തിക മനസ്സിൽ പറയുകയാണ്, അങ്ങനെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു, ഇനി അടുത്തത് അർച്ചനയ്ക്കുള്ളതാണ്, അതും ഞാൻ ഓങ്ങി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനം വീടാണ്. നടന്ന കാര്യങ്ങളൊക്കെ തൻ്റെ തെറ്റുകൊണ്ടാണെന്ന് ഓർത്തുകൊണ്ട് വിഷമത്തോടെ ഇരിക്കുന്ന അർച്ചനയെ സമാധാനിപ്പിക്കുകയാണ് സച്ചി. തുടർന്ന് മീരയും അവരുടെ അടുത്തേക്ക് ചെന്ന് അർച്ചനയെ സമാധാനിപ്പിക്കുമ്പോൾ അനഘ അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്താ അനഘെ, എന്തു പറ്റിയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ നമ്മുടെ സ്നേഹയുടെ പ്രഗ്നൻസി അബോട്ടായി പോയെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അനഘ. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. സ്നേഹി ഇപ്പോൾ ആശുപത്രിയിലാണെന്നും ഏട്ടത്തി ഒന്നങ്ങോട്ടേക്ക് ചെല്ലണമെന്നും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അനഘ കോൾ കട്ട് ചെയ്യുന്നു. എന്താ അർച്ചനെ, എന്ത് പറ്റിയെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ് അർച്ചന. തുടർന്ന് സച്ചിയുടെ നിലവിളി കേട്ടുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. എല്ലാവരും ചേർന്ന് വെള്ളം തളിക്കുമ്പോഴേക്കും അർച്ചനയ്ക്ക് ബോധം വരികയാണ്. എന്താ മോളെ, എന്താ ഉണ്ടായത്, ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ അത് പിന്നെ നെല്ലിശ്ശേരിയിൽ നിന്നും അനഘ വിളിച്ചിട്ടുണ്ടായിരുന്നെന്നും അനഘയുടെ കോൾ വന്നപ്പോഴേക്കും തലകറങ്ങി താഴേക്ക് വീണതാണെന്നും മീര പറയുന്നു. എന്താ മോളെ, എന്താ ഉണ്ടായതെന്ന് മാഷും കമലയും മാറി മാറി ചോദിക്കുമ്പോൾ അർച്ചന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സ്നേഹ ഹോസ്പിറ്റലിലാണ്, അവൾക്ക് എന്താ പറ്റിയതെന്ന് ടെൻഷനോടെ സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അവളുടെ കുഞ്ഞ് പോയെന്നാ പറഞ്ഞത്. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ധനുഷും സ്നേഹയും എത്രമാത്രം ഈ കുഞ്ഞിനെ ആഗ്രഹിച്ചതാണ്. മോളെ, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു, അതിൻ്റെ പേരിൽ നീ ഇങ്ങനെ കരഞ്ഞ് ബഹളം വയ്ക്കാതെയെന്ന് മാഷ് പറയുന്നു. വാടോ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് സച്ചി പറയുമ്പോൾ ഞാൻ വരുന്നില്ലെന്നും ഇനി എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവരും കൂടി പറഞ്ഞാലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അർച്ചന. മോളെ, അതെല്ലാം ഓരോരുത്തരുടെ വിധിയാണ്, അല്ലാതെ സ്നേഹയുടെ കുഞ്ഞു പോയത് മോള് കാരണമല്ലല്ലോ എന്ന് പറഞ്ഞ് കമല അർച്ചനയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അർച്ചനയും സച്ചിയും അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. സ്നേഹയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അവന്തികയും ധനുഷും. തുടർന്ന് അവന്തിക പറയുകയാണ്, പോയത് പോകട്ടെ, നിങ്ങൾക്കിനി പിള്ളേരൊന്നും ഉണ്ടാകാതിരിക്കില്ലല്ലോ, ഇനി അതിനെക്കുറിച്ചോർത്ത് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഏട്ടത്തിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്, ഒരിക്കൽ ഏട്ടത്തിക്കും ഇത് തന്നെയല്ലേ സംഭവിച്ചതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് സ്നേഹ. അതേസമയം അർച്ചനയും സച്ചിയും കൂടി സ്നേഹയുടെ അടുത്തേക്ക് വരികയാണ്. ശരിക്കും എന്താ മോളെ സംഭവിച്ചത്, നീ വേറെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ധനുഷ് തന്നൊരു മാമ്പഴം ജ്യൂസ് മാത്രമാണ് ഞാൻ കുടിച്ചതെന്ന് സ്നേഹ പറയുന്നു. ധനുഷെ, ആ മാമ്പഴം ഫ്രഷ് ആയിരുന്നില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതേന്ന് ധനുഷ് പറയുന്നു. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം കണ്ടെത്തിയേ പറ്റൂ. ഇതെങ്ങാനും തെളിയിക്കപ്പെട്ടാൽ ഞാൻ കുടുങ്ങും, ഇവള് എല്ലാം എൻ്റെ നേർക്ക കൊണ്ടുവരുന്നതെന്നാ തോന്നുന്നത്. ഇതെല്ലാം ഇവൾക്ക് നേരെ തന്നെ തിരിച്ചുവിടണം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തിക പറയുകയാണ്, നിന്റെ വയറ്റിലൊരെണ്ണം ഉണ്ടല്ലോ, അതിൻ്റെ ജാതകദോഷം കൊണ്ടാ ഇതെല്ലാം സംഭവിച്ചത്. ദേ, അനാവശ്യം പറയാൻ നിൽക്കരുതെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് സച്ചി. തുടർന്ന് അർച്ചനയും അവന്തികയോട് ദേഷ്യപ്പെടുകയാണ്, ദേ ഏട്ടത്തി, ദൈവദോഷമൊന്നും പറയാൻ നിൽക്കരുത്, എൻ്റെ കുഞ്ഞു കാരണമൊന്നുമല്ല ഇങ്ങനെ സംഭവിച്ചതെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.